ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഓൺലൈനായി കോടതിയിൽ ഹാജരായി. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് ഇഡിയാണ് കോടതിയെ സമീപിച്ചത്. നേരിട്ട് ഹാജരാകാത്തതിന്റെ വിശദീകരണം കോടതി തേടി. ജിൽബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിൽബി, കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണോ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഓൺലൈനായിട്ടാണ് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ മദ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ ഹാജരായത്. അതായത് നേരത്തെ ഈ സമൻസുകൾ ഇഡി അയച്ചെങ്കിലും ചോദ്യം ചെയ്യലിന് അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇഡി കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഇഡിയുടെ ഈ അപേക്ഷയിലാണ് ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇന്ന് ഈ ദില്ലി നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഓൺലൈനായിട്ട് കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അതേസമയം നേരിട്ട് മാർച്ച് 16 ഹാജരാകാനായിട്ടാണ് ഇപ്പോൾ കോടതി അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിനായിട്ട് പല തവണയാണ് ഇഡി സമൻസ് അയച്ചത്. 5 തവണ സമൻസ് അയച്ചു, ഹാജരായില്ല. അതിന് പിന്നാലെ ഇപ്പോൾ 6ാം തവണയും സമൻസ് അയച്ചിരിക്കുകയാണ്. മറ്റന്നാളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും മദ്യനയ അഴിമതി കേസിൽ ഈ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിനും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുന്നത്. ഇന്ന് ദില്ലി നിയമസഭയിൽ ഇപ്പോൾ വിശ്വാസ വോട്ട് അരവിന്ദ് കെജ്രിവാൾ തേടും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആം ആദ്മി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണം തടയാനുള്ള ബിജെപിയുടെ നീക്കം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളും പ്രതിഷേധവുമാണ് AAP ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഹാജരായത്. മാർച്ച് 16 നേരിട്ട് ഹാജരാകാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാർച്ച് 16 നേരിട്ട് ഹാജരാകാനാണ് ദില്ലി റോസ് അവന്യൂ കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശങ്ങൾ നൽകിയത്.